ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ NMMS എഴുതാൻ തയ്യാറാകുന്ന കുട്ടികൾക്കുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് പറയുന്നത്. NMMS എഴുതാൻ തയ്യാറാകുന്ന എല്ലാ കുട്ടികളും ഈ വീഡിയോ മുഴുവനായും കാണണം. അതിനുശേഷം മാത്രം എക്സാം എഴുതാൻ പോവുക. ലാസ്റ്റ് മിനിറ്റ് ടിപ്സ് ആണ് നമ്മൾ പറയുന്നത്. NMMS എഴുതുന്ന തയ്യാറാകുന്ന കുട്ടികൾക്കുള്ള ലാസ്റ്റ് മിനിറ്റ് ടിപ്സ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് നമ്മൾ റോൾ നമ്പർ ഒന്നും തെറ്റി എഴുതരുത്. എക്സാം പേപ്പറിൽ കറക്റ്റായിട്ട് റോൾ നമ്പർ എഴുതിക്കോളൂ. അത് കുറേ പേരുടെ അങ്ങനെ തെറ്റ് വരാറുണ്ട്. അത് കുഴപ്പമില്ല, എന്നാലും അത് ശ്രദ്ധിച്ചോളൂ. പിന്നെ ആ പേപ്പറിൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തരാറുണ്ട്. അതൊക്കെ കൃത്യമായി ഇൻസ്ട്രക്ഷൻസ് തന്നതൊക്കെ വായിക്കുക. അതിന് സമയമുണ്ട്. അപ്പോൾ നമ്മളത് നന്നായി വായിച്ചതിന് ശേഷം എക്സാം എഴുതുക. അവർ പറയുന്നുണ്ട് അതുപോലെയൊക്കെ മാർക്ക് OMR ഷീറ്റിലാണ് എക്സാം. അപ്പോൾ അതൊന്ന് പരിശീലിച്ച് നോക്കിക്കോളൂ. ഒരു മോഡൽ വാങ്ങിച്ചിട്ട് എങ്ങാനും അതിലൊന്ന് എഴുതി. OMR ഷീറ്റിലായതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ കുട്ടികളും ചെയ്യുന്ന ഒരു ഇതാണ്, എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് എഴുതും, അടയാളപ്പെടുത്തും. പക്ഷേ ക്വസ്റ്റ്യൻ നമ്പർ നോക്കിയിട്ട് അതിൻ്റെ ഉത്തരത്തിന് തന്നെ ആ കോളത്തിൽ തന്നെ അടയാളപ്പെടുത്താൻ ശ്രദ്ധിച്ചോളൂ. കാരണം അങ്ങനെ കുറേ പേരുടെ തെറ്റിയിട്ടുണ്ട്. പിന്നെ ഒന്നും ചെയ്യാനും പറ്റില്ല. അപ്പോൾ അറിയാവുന്നതാണെങ്കിൽ പോലും അത് മുഴുവൻ തെറ്റും. ആ കാര്യം ശ്രദ്ധിച്ചോളൂ എന്തായാലും. ഇനി മാറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, മാറ്റ് സമയം കിട്ടാതെയാണ് വരുന്നത് കുട്ടികൾക്ക്. അപ്പോൾ അതിനുള്ളൊരു നമുക്ക് ചെയ്യാൻ കഴിയുന്നൊരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നതെന്ന് വെച്ചാൽ, ഡയഗ്രാംസ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ആദ്യം നമ്മൾ അടയാളപ്പെടുത്തുക. അതാദ്യം ചെയ്യുക. മിക്കവാറും അങ്ങനത്തെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസൊക്കെ പേപ്പറിൻ്റെ ലാസ്റ്റ് ഭാഗത്തായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങുക. പിന്നെ ടൈം നന്നായി മാനേജ്മെൻറ്റ് നോക്കിക്കോളൂ. ഒരു ക്വസ്റ്റ്യന് 1 മിനിറ്റ് വീതമാണ് സമയം. അതിന് കൂടുതൽ അധികരിക്കരുത് ആ സമയം. ഈ ഇതിൽ കാണുന്ന പോലെ ഈ ഡയഗ്രാംസ് ഉള്ളതൊക്കെ ആദ്യം എഴുതും, ഉത്തരം രേഖപ്പെടുത്തുക. അതൊക്കെ എളുപ്പമായിട്ടുള്ളതായിരിക്കും. അതിനെന്തായാലും മാർക്ക് അതെഴുതാൻ സമയം കിട്ടാതെ ഒരു അവസ്ഥ ഉണ്ടാകരുത്. അപ്പം അതുകൊണ്ട് അതൊക്കെ ആദ്യം എഴുതുക. മിക്കവാറും ലാസ്റ്റിൽ നിന്ന് തുടങ്ങുക. അല്ലെങ്കിൽ ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ഇങ്ങനെ ഓഡ് വൺ ഔട്ട് എന്നൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. അത് ഒരു പ്രാവശ്യമൊക്കെ അതിൽ കുറേ സമയം കുട്ടികൾക്ക് അതിന് വേണ്ടി അത് കണ്ടെത്താൻ ഇരുന്നു. അങ്ങനെ ബാക്കിയുള്ളത് എഴുതാൻ പറ്റിയില്ല. എന്നാൽ അതിൻ്റെ ഉത്തരമാണെങ്കിലോ അതിലുണ്ടായിരുന്നില്ല, അങ്ങനെ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാർക്ക് കുട്ടികൾക്ക് കൊടുക്കും. അതിൻ്റെ ക്വസ്റ്റ്യനിൽ ആൻസർ ഇങ്ങനെ ഇല്ലാതിരുന്നെങ്കിൽ. എന്നാൽ ആ കുട്ടികളത് കണ്ടെത്തി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിനുള്ള സമയമായിരുന്നു പോയി. അതുകൊണ്ട് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ലാസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഡയഗ്രാംസ് തന്നിട്ടുള്ളതും ഡയറക്റ്റ് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസൊക്കെ വേഗം ചെയ്തു പോകുക. എന്നാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ OMR ഷീറ്റിലാണ്. അപ്പോൾ ചെയ്ത് നോക്കണം. അതുപോലെ നമ്പേഴ്സ് ഇടുന്നത് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ മാർക്ക് മുഴുവൻ പോയി, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും പറയാറുണ്ട് ലാസ്റ്റ് ഒന്ന് തൊട്ടും കൂടി തുടങ്ങിക്കോന്ന്. അങ്ങനെയാണ് ഞാൻ. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്ത് നോക്കുക. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കുക, എന്നിട്ട് അതുപോലെ ചെയ്യുക. പിന്നെ നമ്മൾ ഹാർഡ് വർക്ക് ഉണ്ടായാൽ തന്നെയാണ് ഏതൊരു എക്സാമും നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഹാർഡ് വർക്ക് വേണം, എന്നാലേ കാര്യമുള്ളൂ. അതുകൊണ്ട് തന്നെ നന്നായി ശ്രമിക്കുക. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് നന്നായി പ്രാക്ടീസ് ഹാർഡ്. അങ്ങനെ ആയാൽ തന്നെ നമുക്ക് ടൈം മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 1 മിനിറ്റ് വെച്ചിട്ട് സമയം നോക്കി ചെയ്യാം. എന്നാൽ സമയം നോക്കി നമ്മൾ അതിൽ വാച്ചിൽ നോക്കി സമയം കളയരുത്. 1 മിനിറ്റ് വെച്ചിട്ട് ഓരോ കണക്ക് വേഗം. അപ്പോൾ ആ 1 മിനിറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കുറേ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് പഠിച്ചാൽ ഇനി ശരിയാവുള്ളൂ, ആ സമയത്തിലെത്തുള്ളൂ. കുറേ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ടൈം മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഈ മാറ്റിൻ്റെ പറയുകയാണെങ്കിൽ NMMS എക്സാമിൽ തന്നെ മാറ്റിൻ്റെ ഒരു വലിയ കാര്യം അതാണ്. പിന്നെ നന്നായി പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ ഹാർഡ് വർക്കിനുള്ള ആ വിജയം നിങ്ങൾക്ക് കിട്ടും. വിശ്വസിക്കുക പറ്റുമെന്നത്. പിന്നെ തലേദിവസം ഓവർ സ്ട്രെയിൻ ആയിട്ട് വയ്യാതെ ഒന്നും ആവരുത്. തലേദിവസം ആ എക്സാമിൻ്റെ തലേദിവസം കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക. ഓക്കെ. അപ്പോൾ പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ, സാറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് നിങ്ങൾ പഠിച്ചത് തന്നെ. സമയമില്ലാതെ ഒന്നും വരില്ല. വേഗം എഴുതുക. ആലോചിച്ച് കുറേ സമയമൊന്നും കളയണ്ട. അങ്ങനെ അതിന് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇമ്പോർട്ടൻറ്റ് സാറ്റ് എക്സാമിന് വരാൻ സാധ്യതയുള്ള 8th സ്റ്റാൻഡേർഡിലത്തെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഒക്കെ അടങ്ങുന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ എല്ലാവരും കാണുക. ഞാനത് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കമൻറ്റ് ബോക്സിലിടാം. എല്ലാവരും ആ വീഡിയോ കൂടി കാണുക. അതോ എല്ലാം പഠിക്കുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെയും വല്ല വീഡിയോസും ഇടാനായിട്ടാണ്. അത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടും. ഇത് കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.